നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ശരിയെന്നാ, എനിക്ക് വേറെ പണിയുണ്ട്. എടാ രമേശ, ഒരു ഫ്രോഡ് ഇവിടുന്ന് പ്രമാണങ്ങളെല്ലാം കട്ടുകൊണ്ട് പോയി. നീ അവനെ പോലെ ആവാൻ നോക്കണോ? നാണം ഉണ്ടോടാ നിനക്ക്? അമ്മാവാ, ഒറിജിനൽ അല്ല, ഫോട്ടോസ്റ്റാറ്റാ. ഒന്നും വെച്ചിരുന്നോ? ഹോസ്റ്റലിൽ ഇളിച്ചിങ്ങനെ നിൽക്കാൻ പല്ലുണ്ടാവില്ല. അച്ഛാ, എന്തു പറ്റി ബാലമാമ? എന്തിനാ രമേശ് ചേട്ടനെ ചീത്ത പറയുന്ന? കണ്ട പലിശക്കാരന്റെ കയ്യിൽ നിന്നൊക്കെ കാശ് ചോദിച്ചിരിക്കുക. അതും എന്റെ പ്രമാണം കാണിച്ചു. ഇവനൊക്കെ എന്താ ചെയ്യേണ്ടത്? എടോ, പാർട്ടി എന്ന് പറഞ്ഞ് സ്വന്തം കുടുംബം പടയപ്പെടുത്തിയാണോ ഫണ്ടുണ്ടാക്കുന്നത്? പറയടാ. അമ്മാവാ, ഇപ്പൊ വിളി വന്നതും എന്നെ പറ്റിയല്ല. ജവാൻകോട്ടയിൽ ഒരു രമേശനുണ്ട്, അവന്റെ കാര്യം ചോദിച്ചായിരിക്കും. റോങ് നമ്പറാ. അതേടാ, റോങ് നമ്പറിനൊക്കെ എന്റെ മോളെ കെട്ടിച്ചു തന്നതിന് എന്നെ ചാട്ടുവാറിനടിക്കണം. അതെ, ഈ വെളിച്ചപ്പാട് തുള്ളിയതൊക്കെ ഒന്ന് മതിയാക്ക്. അവനെ എല്ലാം അന്വേഷിച്ചെന്ന് പറഞ്ഞല്ലോ. വായടച്ചിരുന്നോണം. ഇതിനെല്ലാം കാരണക്കാരി നീയാ. ആങ്ങളുടെ മോനാന്ന് പറഞ്ഞ് കൊണ്ടുവന്നല്ലേ നീ? രാഷ്ട്രീയമാകുമ്പോ കുറച്ച് കാശൊക്കെ ഇറക്കേണ്ടി വരും. ബിസിനസ് ആയാലും കാശിറക്കേണ്ടി വരുമല്ലോ. രാഷ്ട്രീയം നല്ലൊരു ബിസിനസ് ആപ്പച്ചി. ഇറക്കുന്നതിന് 100 ഇരട്ടി നമുക്ക് വാരിയെടുക്കാം. അതെ. അല്ല, രമേശനൊരു പൊസിഷനിലെത്തിയ അഭിമാനി ഈ കുടുംബത്തിനും കൂടെ അല്ലേ? പൊസിഷനോ? ആര്? ഈ കിഴകനോ? സ്വന്തം ഭാര്യ നേരം വേണം നോക്കാനുള്ള കഴിവില്ല. അപ്പോഴാ നാടിനെ സേവിക്കാൻ നടക്കുന്നത്. മതി ബാലമാമ, രമേശ് ചേട്ടൻ അറിയാതെ ചെയ്തു പോയതല്ലേ. മോളെ, ഇവനെ നിനക്ക് അറിയായിട്ടാ. ഒന്ന് കണ്ണടച്ചു കൊടുത്താ ഈ വീടിന്റെ കഴുക്കോല് വരെ ഊരി വിൽക്കും. രമേശ് ചേട്ടാ, എന്തിനാ എന്നെ ഇങ്ങനെ നാണം കെടുത്തുന്നേ? എന്റെ മുന്നിൽ നിന്ന് പോകുന്നുണ്ട്. ചേച്ചി, രമേശനോട് ദേഷ്യപ്പെടണ്ട. ഇല്ല, ഒന്നും പറയുന്നില്ല. എല്ലാം എന്റെ വിധിയായി പോയില്ലേ? അച്ചുകുട്ടി, പാർട്ടി പ്രസിഡന്റും സെക്രട്ടറിയും പുഞ്ചക്കരി വാർഡിലെ മെമ്പറും ആണല്ലോ. ഇനി അടുത്ത പോയിൽ എന്താണാവോ? ഇനി അമ്മാവനെങ്ങാനും പാർട്ടി ചേർന്നോ? മാഷേ, ജയദേവ, വാ. മാഷ് സുഖായിരിക്കുന്നോ? ഓ, സുഖായിരിക്കുന്നു. സുരേഷേ, ആ മാല ഇങ്ങിതാ. ഞങ്ങളിപ്പോ വന്ന് എന്തിനാണെന്നായിരിക്കും മാഷ് ചിന്തിക്കുന്നത്. ആദ്യം ഈ ഹാരം അണിയിച്ചിട്ട് കാര്യം പറയാം. ഇത് പണ്ടാരാണ്ടോ പറഞ്ഞ പോലെ സെക്രട്ടറിക്കും പ്രസിഡന്റിനും വട്ടായതാണ്. പ്രസിഡന്റേ, എന്താ ഇതിനൊക്കെ അർത്ഥം? രമേശ, അമക്കരി വാർഡിലെ മെമ്പർ സുശീലൻ രാജിവെച്ചു. ബൈ ഇലക്ഷനിൽ ആ വാർഡിലെ സ്ഥാനാർത്ഥി താനാ. പ്രസിഡന്റ്, സത്യമാണോ ഇതൊക്കെ? അതെ രമേശ, നമ്മുടെ ഉറച്ച സീറ്റാ. ഇനി താൻ മെമ്പർ രമേശനാ. പ്രസിഡന്റ്, ബൂത്ത് കമ്മിറ്റി മുതൽ സംസ്ഥാന കമ്മിറ്റി വരെ പല പ്രാവശ്യം കയറി ഇറങ്ങിയതാ ഒരു സീറ്റിന് വേണ്ടി.
അന്നൊന്നും ആരും എന്നെ വില വെച്ചില്ല. അല്ല, ഇപ്പൊ എങ്ങനെ തോന്നി എനിക്ക് സീറ്റ് തരാൻ? ജനങ്ങൾ ആവശ്യപ്പെട്ടതായിരിക്കും എന്റെ പ്രിയപ്പെട്ട വോട്ടർമാർ. അതൊന്നും അല്ലടോ, പാർട്ടി തീരുമാനിച്ച കിടങ്ങറ ചന്ദ്രനെ ഏ? ഇവിടുത്തെ PWD ചീഫ് എഞ്ചിനീയർ തന്റെ ബന്ധു ആവാൻ പോവല്ലേ. അവര് ജില്ലാ പ്രസിഡന്റിനോട് പറഞ്ഞ ഈ സീറ്റ് ശരിയാക്കിയത്. ആണ് ആ കൊടുവേ.